2007 ജനുവരി മാസം അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള KDND എന്ന റേഡിയോ ചാനൽ ഹോൾഡ് യുവർ വി ഫോർ എ വൈ എന്ന പേരിൽ ഒരു വിചിത്ര കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന വെള്ളക്കുപ്പികൾ കുടിക്കണം. അതേസമയം മൂത്രം പിടിച്ചു വെക്കുകയും വേണം. ആർക്കെങ്കിലും മൂത്രമൊഴിക്കാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വന്നാലോ ഛർദ്ദി ചെയ്താലോ അവർ തോറ്റതായി കണക്കാക്കും. 3 കുട്ടികളുടെ അമ്മയായ ജെന്നിഫർ സ്ട്രേഞ്ച് എന്ന സ്ത്രീയും ഈ മത്സരത്തിൽ പങ്കെടുത്തു. കാരണം അവൾക്ക് തോന്നിയത് ജയിച്ചാൽ തൻ്റെ കുട്ടികൾക്ക് നിന്റെൻഡോ വി ഗെയിമിംഗ് കൺസോൾ സമ്മാനിക്കാമെന്നാണ്. മത്സരം തുടങ്ങി. ജെന്നിഫറും മറ്റു മത്സരാർത്ഥികളും അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കുപ്പികൾ അതിവേഗം കുടിക്കാൻ തുടങ്ങി. വർഷങ്ങളായി ദാഹിച്ചിരുന്നവരെ പോലെ ജെന്നിഫറും അതേ രീതിയിൽ ഒന്ന് പിന്നെ മറ്റൊന്ന് എന്നിങ്ങനെ കുപ്പികൾ കുടിച്ചുകൊണ്ടിരുന്നു. അവസാനം അവൾ 10ൽ കൂടുതലായ വെള്ളക്കുപ്പികൾ കുടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീടൊരു വലിയ പ്രശ്നം സംഭവിച്ചു. അവൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഒടുവിൽ മത്സരം ഉപേക്ഷിച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങി. അവൾക്കറിയില്ലായിരുന്നു താൻ കുടിച്ച കുപ്പികളിൽ തൻ്റെ ജീവൻ എടുക്കാൻ പോകുന്ന ഒരു രാസപദാർത്ഥം ഉണ്ടെന്ന്. ആ പദാർത്ഥത്തിന്റെ പേര് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. അത് മറ്റൊന്നുമല്ല, വെള്ളം തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം. ഈ സബ്സ്റ്റൻസ് യാതൊരു വിധത്തിലും അപകടകാരിയല്ല. കാരണം ലളിതമായ ഭാഷയിൽ നമ്മൾ ഇതിനെ വെള്ളം എന്നാണ് വിളിക്കുന്നത്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നത് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. വെള്ളം കുടിച്ചാൽ ഒരാൾക്ക് മരണം സംഭവിക്കുമോ? അതെ, നമ്മൾ ചിലപ്പോൾ അധികം വെള്ളം കുടിക്കാറുണ്ട്. അത് കാരണം അസ്വസ്ഥത തോന്നാം. പക്ഷേ അതുകൊണ്ടൊക്കെ ജീവൻ പോകുമോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാകും. എന്നാൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചത് മാറ്റാൻ കഴിയില്ല. ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതറിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യം നമ്മെ കൊണ്ട് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജെന്നിഫർ കേസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയേണ്ടതുണ്ട്. അവളുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് വെള്ളം കുടിച്ച് മരിക്കേണ്ട സാഹചര്യം വരരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അപൂർണമായ അറിവ് പലപ്പോഴും അപകടകരമായിരിക്കും. വീഡിയോ തുടരുന്നതിന് മുൻപ് ഞാൻ എല്ലാവരോടും ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ആളുകളെ ഭയപ്പെടുത്തുക അല്ല, മറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കലാണ്. ഈ നിന്റെൻഡോ വി ഗെയിമിംഗ് കൺസോളിന് വലിയൊരു ക്രേസ് ആയിരുന്നു. ഒട്ടുമിക്ക കുട്ടികൾക്കും അത് സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഗെയിമിംഗ് കൺസോൾ നേടാൻ വേണ്ടി ഒരാൾ എത്ര ദൂരം വരെ പോകും? 28 വയസ്സുകാരിയായ ഈ ജെന്നിഫർ സ്ട്രേഞ്ച് ഈ ഗെയിമിൽ പങ്കെടുത്തു. തൻ്റെ കുട്ടികൾക്ക് ഒരു വലിയ സർപ്രൈസ് നൽകാം എന്ന് കരുതിയാണ് അവൾ വന്നത്. സർപ്രൈസ് അവൾ നൽകി, പക്ഷേ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ചോദ്യം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു സാധാരണ മത്സരം അതെങ്ങനെ മരണത്തിലേക്ക് എത്തി? നേരെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം. മത്സരം തുടങ്ങി. ഒരു മത്സരാർത്ഥി 8 കുപ്പി വെള്ളം കുടിച്ചതിന് ശേഷം തന്നെ ഭയന്ന് അവിടെ നിന്നും പിന്മാറി. പക്ഷേ ജെന്നിഫറും ചിലരും ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിന്നു. ഹോസ്റ്റുകൾ തുടർച്ചയായി വലിയ വെള്ളക്കുപ്പികൾ കൈമാറിക്കൊണ്ടിരുന്നു. ഈ റേഡിയോ ഷോ ലൈവ് ആയതിനാൽ നിരവധി ആളുകൾ ഫോൺ വിളിച്ച് ചിലർ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു, ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. അവരിൽ ഒരാൾ ഒരു നേഴ്സായിരുന്നു. അവർ ഹോസ്റ്റിനോട് വ്യക്തമായി പറഞ്ഞു, ഇത് വളരെ അപകടകരമാണ്, ഇങ്ങനെ ചെയ്യരുത്. ഇവർ വാട്ടർ ഇൻടോക്സിക്കേഷൻ കാരണം മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹോസ്റ്റുകൾക്ക് അതൊന്നും കാര്യമല്ലായിരുന്നു. അവർ വളരെ അനാസ്ഥയോടെ മറുപടി നൽകി. എല്ലാം ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് മുൻകൂട്ടി ഡോക്യുമെന്റ്സിൽ ഒപ്പിടിപ്പിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളെ അല്ല. ആ ഹോസ്റ്റ് പറഞ്ഞ വാദം എന്തായിരുന്നുവെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ 60% ഭാഗവും വെള്ളം തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ വലിയൊരു വ്യത്യാസമുണ്ട്. വെള്ളം നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്, പക്ഷേ ഒരു പരിധിവരെ മാത്രം. ഒരു ബലൂണിനെ ഉദാഹരണമായി എടുത്താൽ അതിൽ നമുക്ക് തുടർച്ചയായി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു സമയത്ത് അത് പൊട്ടിപ്പോകും. അതുപോലും നമ്മുടെ ശരീരത്തെക്കാൾ ഏറെ സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് സഹിക്കാനാകുന്നതിലും കൂടുതൽ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ശരീരത്തിന് വളരെ അപകടകരമാണ്. അതിലൂടെ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അഥവാ
ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളം തന്നെ വിഷമായി മാറും. വളരെ അധികം മദ്യം കുടിച്ചാൽ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുന്നത് പോലെ അധികമായി വെള്ളം കുടിച്ചാൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ സംഭവിക്കും. അതിൻ്റെ ചില ലക്ഷണങ്ങൾ: ഛർദി, അസ്വസ്ഥത, തലചുറ്റൽ, കൺഫ്യൂഷൻ, അതിശക്തമായ തലവേദന. ഈ അവസ്ഥ ഗുരുതരമായാൽ മസ്തിഷ്കം വരെ വീർക്കാൻ സാധ്യതയുണ്ട്. അവസാനം ഒരാളുടെ ജീവൻ തന്നെ പോകും. ജെന്നിഫർ സ്ട്രേഞ്ചിന്റെ കാര്യത്തിൽ മത്സരം തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. പക്ഷേ നിയമപ്രകാരം ആരും കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. മൂത്രമൊഴിക്കാൻ പോകുന്നത് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അവസാനം ജെന്നിഫറിന് ഇത് സഹിക്കാനായില്ല. അവൾ മത്സരം ഉപേക്ഷിച്ചു. പക്ഷെ അവൾ 2ാം സ്ഥാനത്തായിരുന്നു. അവൾ ഹോസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുകയാണെന്ന്. അപ്പോഴേക്കും അവൾ 10ൽ കൂടുതൽ വെള്ളക്കുപ്പികൾ കുടിച്ചിരുന്നു. അവളുടെ വയർ അത്രയും പുറത്തേക്ക് ഇങ്ങനെ വീർന്നിരുന്നു. കാണുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുന്ന വിധം. അവളുടെ തല പൊട്ടിത്തെറിക്കും എന്ന പോലെ വേദനിച്ചു. അതവൾ വീണ്ടും വീണ്ടും ഹോസ്റ്റിനോട് പറഞ്ഞു. പക്ഷെ ഹോസ്റ്റുകൾക്ക് അതൊന്നും കാര്യമേ അല്ലായിരുന്നു. അവർ പറഞ്ഞത്, നീ വെറും കാരണങ്ങൾ പറയുകയാണെന്ന്. മത്സരം കഴിഞ്ഞ ശേഷം ജെന്നിഫർ ഓഫീസിലേക്ക് വിളിച്ച് അവധിയെടുത്തു. അവളുടെ ആരോഗ്യനില അത്രയും മോശമായിരുന്നു. അവൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നീട് അടുത്ത ദിവസം വന്ന വാർത്ത, ഷി വാസ് ഡെഡ്. ജെന്നിഫർ മരിച്ചു. ഇപ്പൊ ചോദ്യം, ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമായ വെള്ളം എങ്ങനെ ഒരാളുടെ ജീവൻ എടുത്തു? സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം നമ്മൾ അധികം വെള്ളം കുടിക്കുന്നത് ദാഹമുള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഓവർ ഹൈഡ്രേഷൻ എന്ന അവസ്ഥയിലേക്ക് സാധാരണ ആളുകൾ പോകാറില്ല. ശരീരത്തിന് ആവശ്യമുള്ളത്ര മാത്രം വെള്ളം കുടിക്കുകയാണ് പതിവ്. പക്ഷേ ചിലർ, പ്രത്യേകിച്ച് ജിം ചെയ്യുന്നവരും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ശരീരശേഷിയേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കാറുണ്ട്. കാരണം അവരുടെ ശരീരം നേരത്തെ തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ പ്രധാന ചോദ്യം, എത്ര വെള്ളം കുടിച്ചാലാണ് അത് ടൂ മച്ച് ആവുക? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ ശരീരം പുറത്താക്കാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളം കുടിച്ചാൽ. ആ ജോലി ചെയ്യുന്നത് നമ്മുടെ കിഡ്നികളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ കിഡ്നികൾക്ക് മണിക്കൂറിൽ ഏകദേശം 1 ലിറ്റർ വെള്ളം വരെ മാത്രമേ പുറത്താക്കാൻ കഴിയൂ. അതിലധികമാകുമ്പോൾ ശരീരത്തിന് പ്രശ്നങ്ങൾ തുടങ്ങും. നമ്മൾ വളരെ കൂടുതലായി ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ രക്തത്തിൽ കലരുന്നു. അപ്പോൾ രക്തത്തിലുള്ള ഉപ്പുകൾ, അതായത് ഇലക്ട്രോലൈറ്റ്സ് ഡൈല്യൂട്ടായി പോകും. അവയുടെ കോൺസെൻട്രേഷൻ കുറയും. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ ഉപ്പിൻ്റെ അളവ് പതിയെ കുറയാൻ തുടങ്ങും, പ്രത്യേകിച്ച് സോഡിയം. ഈ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ശരീരത്തിൽ നിന്ന് ഉപ്പ് പുറത്തു പോയില്ലല്ലോ, പിന്നെ എങ്ങനെ അത് കുറഞ്ഞു എന്ന്? കാരണം അത് വെള്ളത്തിൽ കലർന്ന് ഡൈല്യൂട്ട് ആയതാണ്. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ്സിൽ ഉപ്പ് ചേർത്ത് അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അത് വളരെ ഉപ്പായിരിക്കും. പക്ഷെ അതേ ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളവും നിറച്ചാൽ അതിൻ്റെ ആ ഉപ്പ് രുചി വളരെ കുറയും. അതാണ് നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. സോഡിയം എന്നത് വെള്ളത്തെ തൻ്റെ വശത്തേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ക്ലൗഡ് സീഡിംഗ് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാൻ ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മേഘങ്ങളിൽ സോൾട്ട് പാർട്ടിക്കിൾസ് തളിക്കുമ്പോൾ ആ സോൾട്ട് വെള്ളത്തെ ആകർഷിക്കുന്നു. അതിനുശേഷം മഴ പെയ്യുന്നു. ഇതേ കാര്യം ഇനി നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ വന്ന് നോക്കാം. രക്തത്തിൽ സോഡിയം കുറയുമ്പോൾ വെള്ളം സോഡിയം തിരയാൻ ശരീരത്തിലെ കോശങ്ങളിലേക്കും ഓർഗൻസിലേക്കും ഇങ്ങനെ കയറി തുടങ്ങും. അതിൻ്റെ ഫലമായി ഓർഗൻസ് വീർക്കാൻ തുടങ്ങും. ശരീരത്തിലെ മറ്റ് ഓർഗൻസ് ഈ സ്വെല്ലിംഗ് ഒരു പരിധിവരെയും സഹിക്കും. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. കാരണം മസ്തിഷ്കത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ സ്കൾ അഥവാ തലയോട്ടിയുള്ളതിനാൽ. അതിനാൽ ബ്രെയിനിൽ വെള്ളം കൂടുമ്പോൾ സ്വെല്ലിംഗ് ആരംഭിക്കും. അപ്പോൾ ബ്രെയിൻ തലയോട്ടിക്കുള്ളിൽ പ്രഷർ അനുഭവിക്കാൻ തുടങ്ങും. ആ പ്രഷർ കാരണം ബ്രെയിൻ സെൽസ് നശിക്കാൻ തുടങ്ങും. അതിനുശേഷം ശക്തമായ തലവേദന തുടങ്ങും. ആ അവസ്ഥ സമയത്ത് നിയന്ത്രിക്കാനായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ സോഡിയം, അയോഡിൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് പോലുള്ള മിനറൽസ് എല്ലാം ബാലൻസ് ആയിരിക്കണം. കൂടുതലായാലും പ്രശ്നം, കുറവായാലും പ്രശ്നം. ഇപ്പൊ ചോദ്യം, ആർക്കെങ്കിലും അധികം വെള്ളം കുടിച്ചതിനാൽ ഇത്തരം ഒരു അവസ്ഥ വന്നാൽ ഡോക്ടേഴ്സ് അതിനെ എങ്ങനെയാണ് ചികിത്സിക്കുക? ഉത്തരം കേട്ടാൽ നിങ്ങൾ തന്നെ അതിശയിക്കും. ഡോക്ടർമാർ ഇതിന് ചികിത്സ നൽകുന്നതും ഇതേ വെള്ളം ഉപയോഗിച്ചാണ്. പക്ഷെ അത് സാധാരണ വെള്ളമല്ല. അത് സോൾട്ടി വാട്ടർ, അതായത് സലൈനാണ്. അതിനുള്ളിൽ ഉപ്പ് കലർത്തിയിരിക്കും. ആ സലൈൻ നേരിട്ട് വെയിൻസ് വഴി രക്തത്തിൽ എത്തിക്കുന്നു. അപ്പോൾ ഓർഗൻസിലേക്ക് കയറിയിരിക്കുന്ന വെള്ളത്തിന് വീണ്ടും സോഡിയം ലഭിക്കും.
അതോടെ ആ വെള്ളം വീണ്ടും ഓർഗൻസിൽ നിന്ന് പുറത്തേക്ക് തിരികെ രക്തത്തിലേക്ക് നീങ്ങി തുടങ്ങും. ശേഷം ഡോക്ടർമാർ ഡയൂറിറ്റിക് മെഡിസിൻസ് നൽകും. അതോടെ കിഡ്നീസ് കൂടുതൽ വെള്ളം പുറത്തേക്ക് കളയാൻ തുടങ്ങും. ഈ ചികിത്സ എത്ര വേഗം ലഭിക്കുമോ അത്രയും ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ജെന്നിഫർ ആശുപത്രിയിലേക്ക് പോകാതെ വീട്ടിലേക്കാണ് പോയത്. അവൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് അവൾ ജീവനോടെ ഉണ്ടായേനെ. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ആളുകളെ ഭയപ്പെടുത്തുക അല്ല, കൂടുതലും ആളുകളെ ബോധവൽക്കരിക്കലാണ്. വെള്ളം കുടിക്കുക, പക്ഷെ ഒരു ചലഞ്ചിന്റെയോ കോൺടെസ്റ്റിന്റെയോ പേരിൽ ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. ഒരു സാധാരണ വ്യക്തിക്ക് മണിക്കൂറിൽ ഏകദേശം 200 മുതൽ 300 മില്ലി ലിറ്റർ വരെ, അതായത് ഒരു ഗ്ലാസ് വെള്ളം മതിയാകും. ഒരു ദിവസത്തേക്കാണെങ്കിൽ 2-3 ലിറ്റർ വരെ സാധാരണയായി മതി. അതിലധികം നിർബന്ധിച്ചിങ്ങനെ കുടിക്കേണ്ടതില്ല. ജെന്നിഫറിന്റെ മരണത്തിന് ശേഷം അവളുടെ ഭർത്താവ് ഈ റേഡിയോ കമ്പനിക്കെതിരെ ഒരു കേസ് നൽകി. പിന്നീട് പുറത്തു വന്നത് എന്താണെന്നറിയോ? ഈ ഒരു മത്സരം കമ്പനിയുടെ അപ്പർ മാനേജ്മെന്റ് പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. അതുപോലെ മത്സരത്തിന് മുൻപ് മത്സരാർത്ഥികൾക്ക് ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. കോടതി ജെന്നിഫറിന്റെ കുടുംബത്തിന് വേണ്ടി വിധി പ്രഖ്യാപിച്ചു. അവളുടെ മരണത്തിന് റേഡിയോ കമ്പനി ഉത്തരവാദികളാണെന്ന് കോടതി വ്യക്തമാക്കി. കോടതി കമ്പനിയെ ഈ ജെന്നിഫറിന്റെ കുടുംബത്തിന് $1.5 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ടു. ശേഷം കമ്പനി മാനേജ്മെന്റ് ആ മത്സരത്തിന് ഉത്തരവാദികളായ ജീവനക്കാരെ പുറത്താക്കി. അവസാനമായി ഒരു കാര്യം മാത്രം പറയാം. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസാധാരണ പ്രശ്നം തോന്നിയാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക. സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക, അറിവോടുകൂടി ജീവിക്കുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.